ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഷോൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണ്. അപ്പോൾ നമ്മൾ നിറം മങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഷോളുകളൊക്കെ ഒഴിവാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റോറം ഇങ്ങനെയുള്ള ലൈസ് ഉണ്ടെങ്കിൽ ആ ലൈസ് എടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സൂചി എടുത്തതിന് ശേഷം ഇതിൻ്റെ രണ്ട് സൈഡിലത്തെ ആ നൂലൊന്ന് വിടിയിച്ച് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അങ്ങനെ പിടിച്ച് വലിക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ വലിക്കുന്ന സമയത്ത് ഈ ഒരു ലൈസ് നാശമാവാനുള്ള സാധ്യതയുണ്ട്, നൂലൊക്കെ പിന്നിയിട്ടേ. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ സൂചി വെച്ചിട്ട് തന്നെ എടുക്കണം. ഇവിടെ നമുക്കൊരു 20 സെൻറ്റിമീറ്ററോളം നീളത്തിലുള്ളതും മതിയാവും കേട്ടോ. അപ്പോൾ അതിൽ കൂടിയാലും കുറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല, ഏകദേശം ആ ഒരു അളവിൽ എടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റുകൾ ഞാൻ മുൻപേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെൻ്റെ ചാനലിലൊന്ന് പോയിട്ട് കാണണേ. ഇനി എടുത്തിട്ടുള്ള ആ ലൈസിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ നൂല് പിന്നി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒരുക്കി കൊടുക്കണം. ഇനി നമുക്കൊരു ചെറിയ സൂചിയും അതുപോലെ തന്നെ ലേസ് ഏത് കളറാണോ അതിന് അനുയോജ്യമായിട്ടുള്ള നൂല് എടുക്കണം. നൂലിങ്ങനെ രണ്ട് ഇഴയിലാക്കിയിട്ട് എടുത്തിട്ട് വേണം നമ്മളിതൊന്ന് തുന്നി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത് കേട്ടോ. അങ്ങനെ മുഴുവനായിട്ട് തന്നെ അത് തുന്നി കൊടുക്കുക. എന്നതിന് ശേഷം നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തുനിന്ന് താഴത്തോട്ടും അതുപോലെ തന്നെ താഴെ ഭാഗത്തുനിന്ന് മുകളിലോട്ടും എന്നുള്ള രീതിയിൽ ഒരു ലേസ് ഒന്ന് പിടിച്ചിങ്ങനെ വലിക്കാം. അപ്പോൾ അത് വീഡിയോയിൽ ചെയ്യുന്ന അതേപോലെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ട് ഭാഗത്തെയും ആ ഒരു നൂല് പിടിച്ചതിന് ശേഷം ഒന്ന് 2 പ്രാവശ്യം ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന അതേപോലെ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കെട്ടിട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ആ ഒരു ലേസിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് റെഡിയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതാ ഞാൻ 2 പ്രാവശ്യം കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ താഴ്ഭാഗത്തെ ആ കെട്ടിട്ട നൂലില്ലേ, അത് നമുക്കൊന്ന് കത്തി വെച്ചിട്ട് മുറിച്ചെടുക്കാം. നമുക്ക് ആ ഒരു സൂചിയുള്ള ഭാഗത്ത് നൂല് മാത്രം മതി. ഇനി നമുക്ക് ആ ഒരു കെട്ടിട്ട ഭാഗത്ത് ഒന്ന് തുറന്ന് കിടക്കുന്നുണ്ടാവുമല്ലോ, അവിടെ നമുക്ക് ഈ ഒരു നൂല് വെച്ചിട്ടൊന്ന് തുന്നി കൊടുക്കാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് വേണം കേട്ടോ തുന്നിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകെ പരത്തി വൃത്തികേടാക്കി വെക്കരുത്. ഒരു 1-2 ഒരു തുന്നലിട്ടാൽ മതിയാവും അതിനകത്ത്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിക്കാട്ടോ ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിതിന് അനുയോജ്യമായിട്ടുള്ളൊരു മുത്തെടുത്തതിന് ശേഷം ഈ ഒരു സൂചിയിലോട്ടൊന്ന് കോർത്ത് കൊടുക്കാം. പൂവിൻ്റെ താഴത്തെ ഭാഗത്താണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു കെട്ടിട്ട് തുന്നിയെടുക്കേണ്ടതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സൂചി ഒന്ന് താഴത്തോട്ട് തുന്നിയെടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു മുത്തും നന്നായിട്ട് അവിടെ ഒന്ന് ഉറച്ചിരുന്നോളൂ കേട്ടോ. പശ തേച്ചിട്ട് വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കാം, പക്ഷേ നൂല് വെച്ച് എടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് സേഫ്റ്റി ആയിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ അതങ്ങനെ കെട്ടിട്ട് തുന്നിയെടുക്കണം. അപ്പോൾ അത് അവസാനം ഇങ്ങനെയാണ് ഈ പൂവുണ്ടായിരിക്കുക. ഇനി നമുക്ക് വേണ്ടത് സ്ലൈഡുകളാണ്. ഒന്നെങ്കിൽ സ്ലൈഡ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടിംറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ക്ലിപ്പുകളോ ഹെയർ ബാൻഡുകളോ എടുക്കാം. അപ്പോൾ ഈ ഒരു പശയുണ്ടോ ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. നമ്മൾ ഗ്ലൂ ഗണ്ണൊക്കെ വെച്ച് ഒട്ടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വിട്ടു പോരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പശയാകുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ ഒട്ടി നിൽക്കുന്നുണ്ട്. ഈ ഒരു പശ തേച്ചിട്ട് ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് ഇത് ഡ്രൈ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഞാൻ എന്താ അവിടെ അങ്ങനത്തെ ടിംറ്റി പോലുള്ള ക്ലിപ്പുകളിലൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫാൻസി കടകളിലൊക്കെ ഒരുപാട് പൈസ ആയിരിക്കും ഇങ്ങനെയുള്ള ക്ലിപ്പുകൾക്ക്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ വെച്ചുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ അടിപൊളിയായിട്ടുള്ള വർക്കുകൾ ചെയ്തെടുക്കാം. അപ്പോൾ എന്തായിട്ടും ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ശ്രമിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം.